എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പോൾ ആ രണ്ട് ടീമും കടലിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹിഡൻ മിസ്റ്റ് വില്ലേജിലെ കപ്പല്, മിസ്റ്റ് വില്ലേജിലുള്ള സോൾജിയേഴ്സും അതുപോലെ തന്നെ ആ വില്ലന്മാരുടെ ടീമും. മിസ്റ്റ് വില്ലേജിലെ സോൾജിയേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് ആ വില്ലന്മാർ ഒരുപാട് പേരെ അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റ് വില്ലേജ് സോൾജിയേഴ്സ് ആണെങ്കിൽ ഒരുപാട് ഹാപ്പിയായി ആ കാര്യം മിസുകാഗയോട് പറയും. പക്ഷെ ആളാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കുകയാണ്. കാരണം ആൾക്ക് നന്നായിട്ട് അറിയാം അവരുടെ പ്ലാൻ അത് മറ്റെന്തോ ആണെന്ന്. അതേസമയം ആ വില്ലൻ ടീമിനെ കാണിക്കും. അവരുടെ ആ ജയന്റ് കപ്പലിൽ ആ മെയിൻ വില്ലൻ ബ്രദർ അവനാണെങ്കിൽ ഹായ് ആയിട്ട് ആ അറ്റാക്ക് ഇരുന്ന് കാണുകയാണ്. നമ്മുടെ പ്ലാൻ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചൂണ്ടയിൽ ഏറെ കൊളുത്തണമെങ്കിൽ നമ്മൾ ആദ്യം ചൂണ്ട ഇട്ട് കൊടുക്കണം. സോ നമ്മുടെ അല്പം സോൾജിയേഴ്സിനെ അവർ കൊന്നു തള്ളട്ടെ. അവരത് കണ്ട് ആശ്വസിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കട്ടെ. അതിനുശേഷം സർപ്രൈസ് ആയിട്ട് വേണം നമ്മുടെ മെയിൻ അറ്റാക്ക് അത് അവർക്ക് നേരെ പ്രയോഗിക്കാനെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവർക്കാണെങ്കിൽ ഒരു പേപ്പർ കിട്ടിയിരിക്കുകയാണ്. ആ പേപ്പർ കിട്ടിയത് വില്ലന്മാരുടെ കൈകളിൽ നിന്നാണ്. എല്ലാവരും ആ പേപ്പറിലേക്ക് തന്നെ കൂലങ്കക്ഷായിട്ട് നോക്കി നിൽക്കും. ഡെങ്കി ആണെങ്കിൽ ഇടനായിട്ടുള്ള എന്തെങ്കിലും ഇങ്ക് അതാണോ അതിൽ പ്രയോഗിച്ചതെന്ന് അറിയാനായിട്ട് ചില ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് അത് ചെക്ക് ചെയ്യും. പക്ഷേ അത്തരത്തിലൊന്നും അതിൽ എഴുതിയിട്ടില്ല. ഇവാബയ്ക്കാണെങ്കിൽ അതിലൊന്നും വലിയ കാര്യമുള്ളതായിട്ട് തോന്നില്ല. എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പൊ അതേസമയം കാഗുറ അവനാണെങ്കിൽ ആ ഒരു പേപ്പറിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനത് ഒരു പ്രത്യേക ആംഗിളിലേക്ക് തിരിച്ച് പതിയെ ഫോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ആ ഞെട്ടിക്കുന്ന കാര്യം അവൻ മനസ്സിലാക്കുക. ഷോക്കായിട്ട് ബാക്കിയുള്ളവരോട് പറയും, ഇത് ഫോൾഡ് ചെയ്ത് ഒരു മെത്തേഡിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിലെ മെസ്സേജ് വായിക്കാൻ കഴിയുന്നുണ്ട്. ആണെങ്കിൽ എല്ലാവരെയും അവിടേക്ക് വിളിച്ചു കൂട്ടും. അതിനുശേഷം ആ ലെറ്ററിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആക്ച്വലി ആ ഒരു വില്ലൻ ഗ്യാങ്ങിന് അവർക്ക് നന്നായിട്ട് അറിയാം സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് മിസ്റ്റ് വില്ലേജിനെ കീഴ്പ്പെടുത്താനാവില്ല എന്ന്. സോ ആദ്യം അവര് മാർഗത്തിൽ മിസ്റ്റ് വില്ലേജിനോട് ഏറ്റുമുട്ടും. ആ ഗ്യാപ്പിൽ അവരുടെ മറ്റുള്ള ആൾക്കാർ അവരെല്ലാവരും ചേർന്ന് വലിയ മൗണ്ടൈൻ്റെ മുകളിലൂടെ ഗ്രാമത്തിലേക്ക് കടന്നു വരും. അതിനുശേഷം ഗ്രാമത്തിലുള്ളവരെ ഈസി ആയിട്ട് തോൽപ്പിച്ച് മിസ്റ്റ് വില്ലേജിനെ മുഴുവനായിട്ടും എടുക്കാനാണ് അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ മാപ്പൊക്കെ ചൂണ്ടിക്കാണിച്ച് വളരെ ഡീറ്റെയിൽ ആയി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. വില്ലേജിൽ ഇപ്പോൾ ഡിഫൻസ് ടീം ആരും തന്നെ ഇല്ല. സോ അവർക്ക് ഈസി ആയിട്ട് വില്ലേജിനെ കീഴ്പ്പെടുത്താനായിട്ട് പറയും. വില്ലേജിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ചാടി എഴുന്നേറ്റ് കമോൺ നമുക്ക് എത്രയും വേഗം മിസ്റ്റ് വില്ലേജിലേക്ക് പോവാം. നമ്മളെ കൊണ്ട് പറ്റും പോലെ ഫൈറ്റ് ചെയ്ത് അവരെ തടയാം. അതിന് കാഗുറ പറയും, നിങ്ങളെ കൊണ്ട് ഈ പ്രോബ്ലത്തിൽ ഇടപെടാനായിട്ട് കഴിയില്ല. ഇത് വലിയൊരു വാറാണ്. മിസ്റ്റ് വില്ലേജിന്റെ ഒരു വാറ്. നിങ്ങളുടെ മിഷൻ അത് ഡെങ്കിയാൻ ടീമിനെയും അതുപോലെ ആ റിസർച്ചേഴ്സിനെയും ആയിട്ട് തിരികെ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂവിൽ ഇടപെടാനായിട്ട് പറ്റില്ല. ചാറുടെയും ബൊറൂട്ടോയും അത് കേട്ട് അടിച്ചു പറയും, ആക്ച്വലി ചുനിയൻ എക്സാമിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലേ, അതുപോലെ ഈ ഒരു പ്രശ്നത്തിൽ വില കൊടുത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. അങ്ങനെ വേറെ വഴിയില്ലാതെ കാഗുറയും അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും ആ പ്രിസൺ ലേഡി അവള് പറയാ, ഞങ്ങളെ കൊണ്ട് ഇതിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇതിന് സഹകരിക്കണമെങ്കിൽ ഞങ്ങളുടെ ശിക്ഷാ കാലയളവ് അത് മുഴുവനായിട്ടും നീക്കം ചെയ്യണം. ഈ ഒരു മിഷന് ശേഷം ഞങ്ങളെ വെറുതെ വിടണം. കുറെയാണെങ്കിൽ അല്പസമയം അതിനെക്കുറിച്ച് ആലോചിക്കും. അതിനുശേഷം ആ ഒരു ഡിമാൻഡും അവൻ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. കാഗുറ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവരിപ്പോൾ കുറേശ്ശെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുകയാണ്. അത് ആ വലിയ മൗണ്ടെയിൻ വഴിയാണ്. സോ ആ മൗണ്ടെയിൻ വഴി കടന്നു വരാൻ അവരാദ്യം അവലംബിക്കുക അടുത്തായിട്ടുള്ള ഒരു വില്ലേജിനെയാണ്. സോ ആദ്യം നമ്മൾ എത്തേണ്ടത് ആ വില്ലേജിന്റെ അടുത്തേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം അവരുടെ മിസ്റ്റ് വില്ലേജിലേക്കുള്ള ഒഴുക്ക് അത് നമ്മൾ തടയണമെന്ന് പറയും. അതിനുശേഷം കാഗുറയാണെങ്കിൽ ഇപ്പോൾ അവരുടെ മീറ്റിംഗെ അറിയിക്കാനായിട്ട് ചില ഇൻഫർമേഷൻ അവിടെയുള്ള ഒരു സോൾജിയറിനെ പറഞ്ഞേൽപ്പിക്കും. മറ്റൊരു ഭാഗത്ത് സാറുടെ ആണെങ്കിൽ ലീഫ് വില്ലേജിലെ ആ റിസർച്ചേഴ്സിനെ അവരെ സേഫായി ഗ്രാമത്തിൽ തിരികെ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. സോ ഹൊക്കാഗെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാനായിട്ട് അവരോട് സാറുടെ നിർദ്ദേശം കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ അപ്പാപ്പനെയും ബൊറൂട്ടോയും കാണിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഷോക്കായിട്ട് ചോദിക്കും, ആ ഇക്കട പയ്യനെ അവനെ കാണാനില്ലെന്നോ? ഇനി ഒരു പക്ഷേ ആ വില്ലന്മാരുടെ ടീം അവനെ കൊണ്ടുപോയി കാണുമോ? അതിനപ്പം പറയും, എനിക്കതറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇന്നലെ മുതൽ അവനെ കാണാനില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ മുഴുവൻ അവനെ അന്വേഷിച്ചു. ഇതുവരെ അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബൊറൂട്ടോ ആണെങ്കിൽ കാര്യങ്ങളെല്ലാം ടെൻഷനായി അവന്റെ റൂമിലേക്ക് വന്ന് നോക്കും. അവിടെയും അവനെ കാണാനില്ല. അവന്റെ ആ ബുക്ക് അത് ബൊറൂട്ടോ കയ്യിലെടുക്കും. അതിനുശേഷം കാഗുറയുടെ പ്ലാൻ പ്രകാരം അവരെല്ലാവരും ആ ഒരു മൗണ്ടെയിൻ വില്ലേജിലേക്ക് എത്തുകയാണ്. ആ വില്ലേജിലാണെങ്കിൽ ചില കുട്ടികൾ ഇപ്പൊ കാഗുറയുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങും.
അതിന് കാഗുറ പറയും, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഈ ഒരു വില്ലേജിലാണ് താമസിച്ചത്. എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവരങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കും. ഇവരാണെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ മുഴുവനും അവിടേക്ക് വിളിച്ചു കൂട്ടുകയാണ്. അതിനുശേഷം നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞ് ധരിപ്പിക്കും. നിങ്ങൾക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് പേടി തോന്നും. പക്ഷെ കാഗുറയാണെങ്കിൽ അവരെ ആശ്വസിപ്പിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഈസിയായി നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് കഴിയും. ആക്ച്വലി ഈ ഒരു വില്ലേജിലേക്ക് ട്രെയിൻ വഴി 3 എൻട്രൻസ് ആണ് ഉള്ളത്. സോ ആദ്യം നമ്മൾ ബാക്കിയുള്ള 2 എൻട്രൻസ് അത് ഇല്ലാതാക്കണം. അതിനുശേഷം 3ാമത്തെ എൻട്രൻസ് അത് നമ്മുടേതായ രീതിയിൽ കുറെ കൂടെ മോഡിഫൈ ചെയ്ത് അതുവഴി അവരെ എത്തിക്കണം. സോ ആദ്യം നമുക്ക് ആ 2 ബ്രിഡ്ജുകൾ തകർക്കണം. സോ ആദ്യം ആ ബ്രിഡ്ജുകൾ 2 തകർക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഒരു ടീമിനെ ആ ബ്രിഡ്ജ് തകർക്കാനായിട്ട് അയക്കും. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ജനങ്ങളെ ഉപയോഗിച്ച് ഒരു പുതിയൊരു നല്ല ബ്രിഡ്ജ് തന്നെ കാഗുറ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതുവഴിയാണ് ആ വില്ലന്മാർക്കിനി ആ വില്ലേജിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. സോ ആ ഒരു പ്രവേശന കവാടം അത് ലക്ഷ്യമാക്കി വേണം നമ്മൾ ഓരോ സ്ഥലത്തും മറഞ്ഞു നിന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ. ആ പുരുഷന്മാരാണെങ്കിൽ അവന്റെ വലിയ കോടാലി അതുപയോഗിച്ച് ഒരുപാട് മരങ്ങൾ അങ്ങനെ വെട്ടിയിടും. മറ്റൊരു ഭാഗത്ത് ആരുടെയും ആ പ്രിസൺ ലേഡിയും അവർ 2 പേരും ചേർന്ന് ഒരുമിച്ച് ഒരു വലിയ മരം അതങ്ങനെ വലിച്ചു കൊണ്ടുവരാണ്. അവർക്കാണെങ്കിൽ പരസ്പരം നോക്കാനും സംസാരിക്കാനും ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. എങ്കിലും സാറുടെ അവളോട് പറയും, സത്യത്തിൽ നിന്റെ ഐഡിയ അത് വളരെ നല്ലതാണ്. ഞാൻ കാഗുറയ്ക്ക് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയാം. അതിന് ആ പേഴ്സൺ ലേഡി അവൾ ചിരിക്കും. മറ്റൊരു ഭാഗത്ത് മീറ്റ്സുകയും ബൊറൂട്ടോയും അവരും അവരെ കൊണ്ടും പറ്റും പോലെ ഓരോ മരങ്ങളൊക്കെ അങ്ങനെ വലിച്ചിടുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് കൊവാക്കി ആണെങ്കിൽ കുട്ടികളോടൊപ്പം അങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. കൊവാക്കി ആണെങ്കിൽ എന്തുകൊണ്ടാണ് കുട്ടികളെല്ലാം എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാവില്ല. കുട്ടികൾക്ക് അവൻ ഒരുപാട് ഇഷ്ടാവും. അവന്റെ ഹെയറും ബോഡിയും പാൻസും ഡ്രസ്സും ഒക്കെ ടച്ച് ചെയ്ത് എല്ലാവരും അവനോട് കുശലം ചോദിക്കുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്കും സന്തോഷം തോന്നും. മറ്റൊരു ഭാഗത്ത് മെറ്റലിയാൻ ടീം അവരാണെങ്കിൽ ബ്രിഡ്ജ് തകർക്കാനായിട്ട് ഒരു ജയന്റ് ബ്രിഡ്ജ് നോക്കി നിൽക്കുകയാണ്. വാവ്, ഇത് ശരിക്കും വളരെ വലുതാണ്. പക്ഷെ മെറ്റലി അവനാണെങ്കിൽ സ്ട്രോങ് ആയി ആ ബ്രിഡ്ജിൽ ആഞ്ഞൊരു ചവിട്ട്, ആ ഒരു ചവിട്ടില് ആ ബ്രിഡ്ജ് മുഴുവനായിട്ടും തകർന്നു വീഴും. മെറ്റലി ആണെങ്കിൽ വമ്പം പോസൊക്കെ ഇട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. പക്ഷെ അടുത്ത നിമിഷം അവന്റെ പാന്റ് കയറി അണ്ടർവെയർ പുറത്ത് വരികയാണ്. അതുകൊണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കും. മെറ്റലി ആണെങ്കിൽ 100-110 അവിടുന്ന് ഓടുകയാണ്. അവന്റെ പാൻറ്റൊക്കെ അഴിച്ച് കഷ്ടപ്പെട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങും. ഉടനെ പ്രിസൺ ലേഡി ഇബിച്ചിക്ക് അവളാണെങ്കിൽ അവനെ സഹായിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. ാണെങ്കിൽ അവളെ കാണുമ്പോൾ കുറച്ച് ഇഷ്ടമൊക്കെ തോന്നും. അവൾ ചോദിക്കും, സത്യത്തിൽ ഈ പ്ലാനൊക്കെ വർക്കൗട്ട് ആവോ? അതിനവൻ പറയും, തീർച്ചയായിട്ടും. ലീഫ് വില്ലേജിലെ ഷിനോബികളുടെ പവർ അതെന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരുമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവനും മീറ്റ്സുക എല്ലാവരും ചേർന്ന് ആ ഫേക്ക് ബ്രിഡ്ജ് അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. കാഗുറയാണെങ്കിൽ വലിയൊരു ട്രീയെ നോക്കി നിന്ന് ഫ്ലാഷ് ബാക്കിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആലോചിക്കും. ഇപ്പൊ സമയം കഴിയുമ്പോൾ ബൊറൂട്ടോ അവിടേക്ക് കടന്നു വരും. ഉടനെ കാഗുറയാണെങ്കിൽ അവന്റെ പഴയ ചില ഫ്ലാഷ് ബാക്കുകൾ ബൊറൂട്ടോടും പറയാണ്. ചെറുപ്പത്തിൽ ഈ ഒരു ഗ്രാമത്തിലാണ് വളർന്നത്. ഈ ഒരു വലിയ മരത്തിന്റെ ചോട്ടിലാണ് ഞാൻ ട്രെയിനിങ് എടുത്തത്. ആരും കൂടെ കൂട്ടാതെ ഒറ്റപ്പെട്ട് ഒരുപാട് വിഷമത്തിലാണ് ഞാൻ വളർന്നു വന്നതെന്ന് പറയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അതെല്ലാം കേൾക്കുമ്പോൾ ഒത്തിരി വിഷമം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ ഏകദേശം ആ ഒരു ഫേക്ക് ബ്രിഡ്ജിന്റെ പണി അത് തീർത്തിരിക്കുകയാണ്. ഇവിടെ കാഗുറയാണെങ്കിൽ ബൊറൂട്ടോട് പറയും, നമ്മൾ ഈ വില്ലേജിലേക്ക് വന്നപ്പോൾ ആദ്യം എന്നോട് സംസാരിച്ച 2 പേര് അവരാണ് ഒറ്റപ്പെട്ടിരുന്ന എനിക്ക് ഒരു തുണയായി മാറിയത്. അവർക്കിപ്പോഴും എന്നോട് പഴയ സ്നേഹമുണ്ട്. സോ എന്ത് വില കൊടുത്തും ഞാൻ ഈ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയും. അതേസമയം ആ 2 പേര് അവര് ആ പ്രിസൺ മാനിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കും. കട്ട് ചെയ്ത ഇപ്പൊ ആ വില്ലന്മാര് അവരെല്ലാവരും ചേർന്ന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാനുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതേസമയം ഡെങ്കിയാൻ ടീം ബൊറൂട്ടോയുടെ അടുത്തേക്ക് എത്തി ആ 2 ബ്രിഡ്ജും തകർത്തു എന്നുള്ള കാര്യം പറയും. എല്ലാവരും ഇപ്പോ ആ വില്ലന്മാരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബൊറൂട്ടോ അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് അങ്ങനെ ടെററായിട്ട് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.